ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളം മോക്ക് ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 50 ക്വസ്റ്റ്യൻസിന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 6ാമത്തെ മലയാളം മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള മോക്ക് ടെസ്റ്റുകൾ കാണണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. അവിടെ പോയി നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ നല്ല സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് നടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം എന്ത്? ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെന്റ് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, വിപരീതാർത്ഥ പ്രശംസയാണ്. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഓപ്ഷൻ പറഞ്ഞുതരാം. ഒത്തിരി ആൾക്കാർ ഓപ്ഷൻസ് വേണ്ടാന്ന് പറഞ്ഞു, പക്ഷെ എനിക്ക് കിട്ടിയ ബുള്ളറ്റിനില്ല, കോപ്പിക്കകത്ത് ഇങ്ങനെയേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഓപ്ഷൻസ് വായിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വിപരീതാർത്ഥ പ്രശംസയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം ഏത്? ഫസ്റ്റ് ഓപ്ഷൻ, പെട്രോൾ ഈസ് ഇൻഫ്ലമേറ്ററി, പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലൈമബിൾ, then petrol is not inflammable, petrol causes inflammation. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലമബിൾ എന്നതാണ് പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ് എന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. അപമാനിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? അപമാനിക്കുക. ഓപ്ഷൻ എ, നക്ഷത്രം എണ്ണിക്കുക, ബി, ചെണ്ട കൊട്ടിക്കുക, സി, ഉണ്ട ചോറിൽ കല്ലിടുക, ഡി, ഗണപതിക്ക് കുറിക്കുക. ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചെണ്ട കൊട്ടിക്കുക. ചെണ്ട കൊട്ടിക്കുകയാണ് അപമാനിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. നെക്സ്റ്റ്, ഡിഡ് യു ഗെറ്റ് മീ എന്നതിൻ്റെ ഉചിതമായ മലയാള തർജ്ജമ ഏതാണ്? ഡിഡ് യു ഗെറ്റ് മീ എന്നതിൻ്റെ ഉചിതമായ മലയാള തർജ്ജമ: നിങ്ങൾക്ക് എന്നെ അറിയാമോ, ദെൻ നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുമോ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ, നിങ്ങൾക്ക് എന്നെ കടത്തിവിടാമോ. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നുള്ളതാണ്. തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏത്? മഹത്വം, ഗുരുത്വം, പിതൃത്വം, പാവത്വം. ഇതിനകത്ത് തെറ്റായ പദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പാവത്വം അല്ല, പാവത്തമ്മാണ് വരുന്നത്. തീവണ്ടി എന്ന നാമത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ? തീ കൊണ്ടുള്ള വണ്ടി, തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി, തീയുള്ള വണ്ടി, തീയും കൊണ്ട് ഓടുന്ന വണ്ടി. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, തീയാൽ ഓടിക്കുന്ന വണ്ടിയാണ് തീവണ്ടി, തീയാൽ ഓടിക്കപ്പെടുന്ന വണ്ടി. അനുഗൻ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അനുഗൻ: അളിയൻ, കാമുകൻ, അച്ഛൻ, ബന്ധു. ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അനുഗൻ എന്നാൽ കാമുകനാണ്, കാമുകനാണ് അനുഗൻ. കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കോയിത്തമ്പുരാൻ വായിക്കാം. ഓപ്ഷൻ എ, ഭാര്യയെ വെറുക്കുന്നവൻ, ബി, ഭാര്യയെ മറക്കുന്ന ഭർത്താവ്, ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ്, ഭാര്യയെ കുറ്റം പറയുന്ന ഭർത്താവ്. ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവിനെയാണ് കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. സ്റ്റോം ഇൻ എ ടീ കപ്പ്, ശരിയായ മലയാള പദം ഏത്? സ്റ്റോം ഇൻ എ ടീ കപ്പ്: ചായക്കോപ്പയിലെ കാറ്റ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്, ചായക്കോപ്പകളിലെ കാറ്റ്, ചായക്കോപ്പകളിലെ കൊടുങ്കാറ്റ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ പദം ഏത്? അണ്ഡകടാഹമാണ്. തന്നിട്ടുള്ളതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, അണ്ഡകടാഹമാണ്, അണ്ഡകടാഹം. അർത്ഥം എഴുതുക: വിസ്മൃതി, തിരിച്ചറിവ്, ബോധം, മറവി, ഓർമ്മ. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, മറവിയാണ് വിസ്മൃതി. വിസ്മൃതിയിലാണ്ടുപോയി എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ മറവിയാണ്. ശരിയായ പദം ഏത്? ദശരഥൻ. ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദശരഥൻ. ധ എന്ന് പറയുന്നത് താ, രണ്ടാമത്തെ ധായാണ്. എല്ലായ്പ്പോഴും എന്നർത്ഥം വരുന്ന പദം ഏത്?
എല്ലായ്പ്പോഴും എന്നർത്ഥം വരുന്ന പദ സർവദായാണ്. സർവദാ താത്ത ദ സർവദായാണ് എല്ലായ്പ്പോഴും എന്നർത്ഥം വരുന്ന പദം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൈവേ മാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഹൈവേ മാൻ എന്ന വാക്കിന്റെ അർത്ഥം കാൽനടക്കാരൻ, അരസമായി നടക്കുന്നവൻ, ഗൗരവമില്ലാത്തവൻ, പിടിച്ചുപറിക്കാരൻ. ഹൈവേ കൂടെ നടക്കുന്ന ആള് പിടിച്ചുപറിക്കുന്ന ആലോചിച്ചാൽ മതി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, പിടിച്ചുപറിക്കാരനാണ്. ശരിയായ പദം ഏത്? യാദൃച്ഛികം. തന്നിരിക്കുന്നതിൽ തെറ്റ് ശരിയായിട്ടുള്ളത് ഏതാണ്? യാദൃച്ഛികമാണ്. യാദൃച്ഛികം. അച്ഛന്റെ ചായാണ് യാദൃച്ഛികം. അടുത്തത്, നിഖിലം പര്യായപദമല്ലാത്തതേത്? നിഖിലം സമസ്തം, സർവം, അഖിലം, ഉപലം. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. പര്യായപദമല്ലാത്തത് ഉപലമാണ്. നിഖിലം പര്യായ പദങ്ങളാണ് സമസ്തം, സർവം, അഖിലമൊക്കെ. ശരിയായ പദം ഏത്? നിഘണ്ടു എന്നെഴുതുന്നത് ഏതാണ് ശരിയായിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ എ ആണ് ശരി. മനീഷ എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? മനീഷ എന്ന പദത്തിന്റെ അർത്ഥം ആൻസർ എന്താണ്? ശക്തി, മനസ്സ്, അമൃത്, ബുദ്ധി. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബുദ്ധിയാണ്. ഭാജനം എന്ന പദത്തിന്റെ അർത്ഥം? ഭാജനം എന്ന പദത്തിന്റെ അർത്ഥം പിശുക്ക്, പക്ഷി, പ്രാർത്ഥന, നിലവിളി. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രാർത്ഥനയാണ്. ഭാജനം എന്താണ്? പ്രാർത്ഥനയാണ്, പ്രാർത്ഥന. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? പ്രാരാബ്ധം. പ്രാരാബ്ധത്തിന്റെ ശരിയായത് ഏതെന്ന് നോക്കുക. ആൻസർ പ്രാരാബ്ധമാണ്. ധ എന്ന് പറയുമ്പോൾ നാ തിരിച്ചിട്ടുള്ള ധായാണ് പ്രാരാബ്ധം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? തത്വം, മഹത്വം, സ്വത്വം, ദെൻ ഭോഷത്വം. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, സ്വത്വമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, സ്വത്വം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശരിയായ പദം തിരഞ്ഞെടുക്കുക. പശ്ചാത്തലം. പശ്ചാത്തലത്തിന്റെ ശരിയായ പദം ഏതാണ്? പശ്ചാത്തലമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളില് ബഹുവചന രൂപമല്ലാത്തത്? മക്കൾ, കുഞ്ഞുങ്ങൾ, ആണുങ്ങൾ, പെങ്ങൾ. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, പെങ്ങളാണ്. പെങ്ങൾ ബഹുവചന രൂപമല്ലാത്തത്. അടുത്തത്, മലയാളം എന്ന പദം ശരിയായ അർത്ഥത്തിൽ പിരിക്കുക. മലയാളം എന്താണ്? എല്ലാവരും അറിഞ്ഞിരിക്കണം. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മല പ്ലസ് ആളമാണ് എന്ത്? മലയാളം. മല പ്ലസ് ആളമാണ് മലയാളം. പച്ചില എന്ന പദത്തിന്റെ സന്ധി ഏത്? പച്ചില. ഇത് അധികം ചോദിക്കാൻ സാധ്യതയില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചേക്ക്. പച്ചില എന്ന പദത്തിന്റെ സന്ധി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ലോപസന്ധിയാണ്. ലോപസന്ധി. അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പദം ഏത്? താഴെ പറയുന്നവയിൽ തെറ്റായ പദം വ്രണം, രുധിരം, സ്വൈരം, സ്പർദ്ധ. ഏതാണ്? വ്രണമുണ്ട്, രുധിരം, സ്വൈരം, സ്പർദ്ധ. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്പർദ്ധയാണ് ഇതിനകത്ത് തെറ്റായിട്ടുള്ള വാക്ക്. ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതും. ഉത് പ്ലസ് നമ്രമാണ്. ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം. ടേക്ക് എവേ എന്ന പ്രയോഗത്തിന്റെ മലയാള പരിഭാഷ. ടേക്ക് അവേ എന്ന പ്രയോഗത്തിന്റെ മലയാള പരിഭാഷ. ആൻസർ ഓപ്ഷൻ ബി ആണ്, നീക്കം ചെയ്യുകയാണ്. നീക്കം ചെയ്യുകയാണ് ടേക്ക് അവേ. ഇംഗ്ലീഷിൽ സെമിക്ലോറൻ എന്ന പേരുള്ള ചിഹ്നത്തിന്റെ മലയാളത്തിലെ പേര്? സെമികോളൻ. അല്പവിരാമം, ഭിത്തിക, അർത്ഥവിരാമം, പൂർണ്ണവിരാമം. ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, അർത്ഥവിരാമമാണ് സെമികോളൻ. ധവളം എന്ന വാക്കിന്റെ അർത്ഥം? ധവള വിപ്ലവം. ഓർമ്മിച്ചാൽ മതി. ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്, വെളുപ്പാണ്. ധവളം പാലുമായിട്ട് ബന്ധപ്പെട്ടതാണ്, സോ ധവളം വെളുപ്പ്. ഉദ്ധതം എന്ന വാക്കിന്റെ വിപരീതം? ഉദ്ധതം എന്ന വാക്കിന്റെ വിപരീതം ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉദ്ധതം ഓപ്പോസിറ്റ് സൗമ്യം. ഓപ്പോസിറ്റ് എന്താണ്? സൗമ്യം. നടപ്പിലാക്കൽ എന്നർത്ഥം വരുന്ന വാക്ക്? നടപ്പിലാക്കൽ ഏതാണ്? പ്രചരിപ്പിക്കുകയാണോ? പ്രചാരത്തിൽ കൊണ്ടുവരികയാണല്ലേ നടപ്പിലാക്കൽ എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്, എന്ത്? പ്രചരണമാണ്. പ്രചരിപ്പിച്ചു, പ്രചരണം. പരാക്രമം എന്നർത്ഥം വരുന്ന വാക്ക്? പരാക്രമം എന്നർത്ഥം വരുന്ന വാക്ക്? അക്രമം, വിക്രമം, ക്രോധം, സന്ധി. ഏതാണ്? പരാക്രമം. ആൻസർ ഓപ്ഷൻ ബി ആണ്, വിക്രമമാണ്.
വയസ്സൻ വൃദ്ധൻ. വയസ്സൻ വൃദ്ധനാണ്. അപ്പോൾ വയസ്യനെ നമ്മൾ എന്ത് പറയും? ആൻസർ ഓപ്ഷൻ സി ആണ്, കൂട്ടുകാരനാണ്. വയസ്യൻ ആരാണ്? കൂട്ടുകാരനാണ്. മാതാവ് അമ്മ. അപ്പോൾ ജാമാതാവ് ആരാണ്? അമ്മായിയമ്മ, മരുമകൾ, അമ്മയുടെ അമ്മ, മരുമകൻ. ജാമാതാവ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ആരാണ്? മരുമകനാണ് ജാമാതാവ്. നാളിക താമര. നാളീകം താമര. അപ്പൊ നാളികം എന്താണ്? നാളീകം താമര. അപ്പോ നാളികം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പോത്താണ്. പോത്ത്. അടുത്ത ക്വസ്റ്റ്യൻ, ശുഷ്കം എന്നതിന്റെ വിപരീത പദം. ശുഷ്കം എന്നതിന്റെ വിപരീത പദം. ആൻസർ പുഷ്ടിയാണ്. ശുഷ്കിച്ചു പോവുക, പുഷ്ടിപ്പെടുക. സോ ആൻസർ ഓപ്ഷൻ സി ആണ്, പുഷ്ടം. എതിർലിംഗ പദം. ദൈത. ദൈതയുടെ എതിർലിംഗ പദം. ദാസൻ, ദൂതൻ, ദേവൻ, ദൈതൻ. ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദൈതനാണ്. ദൈത, ദൈതൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പദങ്ങളിൽ തെറ്റായ ജോഡി ഏത്? വ്യാകരണം അറിയുന്നവൻ വയാകരണൻ. സ്വന്തം ഇഷ്ടപ്രകാരം സ്വച്ഛന്തം. യദൃച്ഛ്യ സംബന്ധിച്ചത് യാദൃച്ഛികം. പകരം ചെയ്യുന്ന ഉപകാരം പകരോപകാരം, പരോപകാരം. അപ്പൊ അത് തെറ്റാണ് അല്ലെ? പരോപകാരം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് പരോപകാരം, പകരം ചെയ്യുന്ന ഉപകാരം അല്ല. അപ്പൊ അതാണ് തെറ്റായിട്ടുള്ളത്. അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? അരയും തലയും മുറുക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? എന്താണ് ആൻസർ? നമുക്ക് നോക്കാം. ശ്വാസം മുട്ടിക്കുക, ഞെക്കിക്കൊല്ലുക, തയ്യാറാവുക, ചാടി പുറപ്പെടുക. ആൻസർ ഓപ്ഷൻ സി ആണ്, തയ്യാറാവുക. അടുത്ത ക്വസ്റ്റ്യൻ, വിട്ടുപോയ അക്ഷരത്തെയോ പദത്തെയോ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നം ഇതാണ്. എങ്ങനെ? മുകളിലോ വി തിരിച്ചിട്ടുള്ളത്. ഇതിനെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, പാടിനിയാണ്. പാടിനി. അടുത്തത്, വസ്ത്രം എന്നതിന്റെ പര്യായ പദം അല്ലാത്തതേത്? വസനം, അമ്പരം, അംശുകം, കുന്തളം. ഇതിനകത്ത് പര്യായ പദം അല്ലാത്തത് ഏതാണ്? കുന്തളമാണ്. അപ്പൊ വസ്ത്രത്തിന്റെ പര്യായ പദം പഠിച്ചു വെക്കുക. ഏതാണ്? വസനം, അമ്പരം, അംശുക എന്നിവ വസ്ത്രത്തിന്റെ പര്യായ പദമാണ്. മേൽ മേൽ എന്നതിന്റെ സന്ധി നിർണയിക്കുക. മേൽ മേൽ എന്നതിന്റെ സന്ധി. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഏതാണ്? ആദേശ സന്ധിയാണ്. ആദേശ സന്ധി. അടുത്തത്, മേയനാമത്തിന് ഉദാഹരണം ഏത്? മാങ്ങ, വെയിൽ, അവൻ, നദി. മേയനാമത്തിന് ഉദാഹരണം. ആൻസർ ഓപ്ഷൻ ബി ആണ്. ലിംഗമോ ഒന്നും പറയാൻ പറ്റാത്തതാണ് മേയനാമം. സോ മേയനാമം വെയിലാണ്. പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം ഏത്? പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണം തീറ്റുക, കളിക്കുക, തിളയ്ക്കുക, ഒളിക്കുക. ആൻസർ ഓപ്ഷൻ എ ആണ്, തീറ്റുകയാണ്. അവൾ ഏത് സർവനാമ വിഭാഗത്തിൽ പെടുന്നു? അവൾ ഏത് സർവനാമ വിഭാഗത്തിൽ പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രഥമ പുരുഷനാണ്. ആപ്പിൾ ഇൻ വൺസ് ഐ. ഈ ശൈലിയുടെ മലയാള പരിഭാഷ. ആപ്പിൾസ് ഇൻ വൺസ് ഐ എന്നതിന്റെ മലയാള പരിഭാഷ. ആൻസർ ഓപ്ഷൻ എ ആണ്, കൺമണിയാണ്. ഏതാണ്? കൺമണിയാണ് ആപ്പിൾ ഇൻ വൺസ് ഐ എന്നതിന്റെ മലയാള പരിഭാഷ. പ്രൊട്ടാഗോണിസ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പ്രൊട്ടാഗോണിസ്റ്റ് എന്നതിന്റെ അർത്ഥം എന്താണ്? ആൻസർ മുഖ്യൻ എന്നാണ് പ്രൊട്ടാഗോണിസ്റ്റിന്റെ അർത്ഥം. സംയോജിക വിഭക്തിക്ക് ഉദാഹരണം ഏത്? ഇതൊന്നും നമ്മുടെ ഗ്രാമർ പോർഷനിൽ പറഞ്ഞിട്ടില്ല, പിന്നെ PSC ബുള്ളറ്റിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഓക്കെ, സംയോജിക വിഭക്തിക്ക് ഉദാഹരണം അമ്മയോടാണ്. സംയോജിപ്പിക്കുന്നത് എന്താണ്? അമ്മയോടാണ്. സോ അമ്മയോട്. 49 ബി ആണ്. സകർമ്മക ക്രിയ ഏത്? കർമ്മമുള്ള ക്രിയയാണ് സകർമ്മക ക്രിയ. സോ ബി ആണ് ആൻസർ, ഉണ്ണുക. ഓക്കെ, അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോൾ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അടുത്ത മറ്റൊരു വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടും കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.